എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ അബണ്ടൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോഴുള്ള ജോലിയിൽ ഞാൻ തുടരണോ എന്നാണ് റേക്കിയോട് ഇന്ന് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഈ ജോലി തുടരണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ നമ്മൾ 6 കാർഡുകളാണ് എടുത്തിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് റിവീൽ ചെയ്യുമ്പോൾ, രണ്ടാമത്തെ 2 കാർഡുകൾ ഈ ഒരു ജോലിയിൽ നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് പറഞ്ഞു തരും. പിന്നീടുള്ള മൂന്നാമത്തെ 2 കാർഡുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഈ ജോലിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്കുള്ള വീക്ക്നെസ് എന്താണെന്നാണ്. നാലാമത്തെ കാർഡ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ് ആണ്. റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. ഡെവിൾ കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾ വളരെയധികം നിരാശപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു എനർജിയിലാണ് ഇരിക്കുന്നത് എന്നാണ് സൂചന. ഈ ജോലി കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ആർഭാടകരമായി ജീവിക്കാനുള്ള പണം നിങ്ങൾക്ക് ഈ ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല, ജോലി സംബന്ധമായി ധാരാളം യാത്രകളും അതുവഴി പല സ്ഥലങ്ങളും സന്ദർശിക്കാനും ഉള്ള അവസരങ്ങളും, അതോടൊപ്പം തന്നെ പല നല്ല കാര്യങ്ങൾ, പല നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ ജോലിയിലിരിക്കെ ലഭിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇനി ഈ ജോലിയിലൂടെ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, വീക്ക്നെസ്സാണ് നമ്മൾ നോക്കുന്നത്. നമുക്കിവിടെ കിട്ടിയിട്ടുള്ള 2 കാർഡുകൾ വെച്ച് നോക്കുമ്പോൾ, നിങ്ങളുടെ സമ്പാദ്യം കുടുംബത്തിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സമയം അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. മാത്രമല്ല, നിങ്ങളുടെ എനർജി ഒരുപാട് ഡ്രെയിൻ ചെയ്യുന്ന ജോലിയാണിത്. ഒരുപാട് സ്ട്രെസ്സ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അടുത്തതായി ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് ഇവിടെ ടാരോ തരുന്ന ഗൈഡൻസ്. നിങ്ങൾക്ക് നല്ലവണ്ണം ചിന്തിക്കാം. ഇപ്പോഴുള്ള ജോലി ഉപേക്ഷിച്ച് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും കുറച്ച് റിലാക്സ്ഡ് ആവാനുമായി മറ്റൊരു ജോലി തേടണമോ, അതോ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ജോലിക്ക് വേണ്ടി കുടുംബജീവിതത്തിൽ നടത്തണമോ എന്ന്. കാർഡിലേക്ക് നോക്കൂ. രാജ്ഞിയും കയ്യിൽ കിട്ടിയ കപ്പുമായി നന്നായി ചിന്തിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഉചിതമായ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.